ഫാമിൻ്റെ വീഡിയോ ആണ് ഇത്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോലെ എടുത്താണ് കേട്ടോ. അപ്പം അടിപൊളി ഫാർമായിരുന്നു. സാധാ ഒരു ഗ്രൗണ്ട് ആൻഡ് ഒരു ഫാം, അങ്ങനെയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഉള്ളത് ലവ് ബേർഡ്സ്, അതായത് 3 തട്ടായിട്ട് സെക്ഷനായിട്ട് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സ് ചെറിയ കുഞ്ഞു ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയിരുന്നു. ഞാൻ മോർണിംഗ് എടുത്തായിരുന്നു, ഒരുപാട് ശബ്ദം നെസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒച്ചപ്പാടാക്കുന്ന പോലത്തെ ലവ് ബേർഡ്സ്, നല്ല അടിപൊളി ലവ് ബേർഡ്സ് ആയിരുന്നു എല്ലാം. അങ്ങനെ ലവ് ബേർഡ്സിനെ ഞാൻ കണ്ടു. പിന്നെ ഉള്ളതാണ് നമ്മുടെ തൂവലും വലുതായ നമ്മുടെ പീക്കോക്ക്. അവിടെ 3 പീക്കോക്ക് ഉണ്ടായിരുന്നു. ഒന്ന് അടിപൊളി വലിയൊരു പീക്കോക്കും, പിന്നെ ഒരു വൈറ്റ് പീക്കോക്കും. ആ പീക്കോക്കിനെ കാണാൻ നല്ല ഉണ്ടായിന്. അങ്ങനെ അതിൻ്റെ ഒരു പീക്കോക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് പറയുന്നത് ഇവിടെ വളർത്തി വെച്ച ചെടിയായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ അടുത്ത കാണുന്ന ചെടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ഈസ് ദാറ്റ്. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ആയിരുന്നു എന്താ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 കോഴി ഉണ്ടായിരുന്നു. കോഴിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റൂല കേട്ടോ. പക്ഷീൻ്റെ ഒന്നും സ്മെല്ല് സഹിക്കാൻ പറ്റൂല. ഐ തിങ്ക് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഒരുപാട് പക്ഷി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പോയി പിന്നെ നമ്മൾ എത്തുന്നതാണ് നമ്മുടെ വെർ ഈസ് ദാറ്റ്, നമ്മുടെ പക്ഷീൻ്റെ അടുത്തെത്തി. ഓക്കെ, ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ എന്ന് മാത്രമേ എനിക്കത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ കഴിയൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലല്ലാണ് ഉള്ളത്. ചില ഒരുപാട് ചെടി ഉണ്ടായിക്കൊണ്ട് അതിനെ കാണുന്നുണ്ടായിട്ടില്ല. അങ്ങനെ പോയി നമ്മൾ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ടർക്കി കോഴി എന്നതൊന്ന് പറയാം. 2 ടർക്കി കോഴി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കുന്നു 2 ടർക്കി കോഴി. ഓക്കെ, പിന്നെ 2 ടർക്കി കോഴിനെ കണ്ടു. പിന്നെ ഞാൻ പിന്നെയും നടന്നു. നിങ്ങൾക്ക് എന്നും കൂടി എന്തെങ്കിലും ആയിട്ട് കിട്ടുമെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു സ്ഥാനത്തേക്ക് കണ്ടോട്ടെ, അത് കാണിച്ചു തരാം. പിന്നെ ഞാൻ നടന്നു. ഇതാ എന്നും കൂടി നമുക്ക് കാണാം കോഴി, അതേപോലെ തന്നെ ഓരോ ചെറിയ ബേർഡ്സ്, പക്ഷികൾ, അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ ചെടികൾ, പിന്നെ ടർക്കി കോഴി, പിന്നെ അതാ ഞാൻ പിന്നെ ഒരു സാധനം കാണിച്ചത്. ദിസ് ഈസ് ഗോട്ട്. വെച്ചാൽ പെട്ടെന്ന് എന്നെ തന്നെ നോക്കുന്നു ഇതാരാ ഇതെന്താന്ന്. എന്നെ തന്നെ കുറേ ടൈം വേണ്ടി നോക്കി നിൽക്കുന്നു. പിന്നെ ക്യാമറയ്ക്ക് ഭയങ്കര ക്ലിയർ കുറവാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് തുടച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിച്ചത്. അതാ കാണിച്ചിടപ്പം കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഇവിടെ ചെയ്യുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് ഇതാ ഇങ്ങനെ പോവുകയാണ്. അതാ വീണ്ടും പക്ഷി കാണുന്നു. അങ്ങനെ നടന്നു ഇതാ നമ്മുടെ വീണ്ടും പക്ഷിയിലേക്ക് തന്നെ ഞാൻ വീണ്ടും പോയി. ഇതൊരു 8 പീക്കോക്കാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്യായിരുന്നു, നൈസായിരുന്നു. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നടിക്കുന്നുണ്ടായിരുന്നു. ടേബിൾ വെച്ച കൗതുകം തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചെടി വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരു റാബിറ്റ്. അതാ പിന്നെ നമ്മുടെ ഗോട്ടിനെ ഞാൻ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയിരുന്നു ഈ ടൈമിന് ഓരോ. പിന്നെ ഞാൻ കണ്ടാന്ന് 2 അടിപൊളി സ്മോൾ പൂച്ചകൾ. ഈ പൂച്ച ഒന്ന് വൈറ്റ് ആൻഡ് ഒന്ന് ഗ്രേ, അങ്ങനെ 2 പൂച്ച ഉണ്ടായിരുന്നു. വൈറ്റ് ആൻഡ് ഗ്രേ പൂച്ചയും കറുപ്പൂച്ചയും